നമ്മളിന്നൊരു കൊളോജിൻ സിറമാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നാച്ചുറലായിട്ട് ഒരു രീതിയിലെ കെമിക്കലും ഇല്ലാതെ നാച്ചുറലായിട്ടുള്ള കൊളോജിൻ സിറം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കൊളോജിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എൻ്റെ പല വീഡിയോസും കണ്ടിട്ട് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിലും അറിയുന്നവരുണ്ട്. കൊളോജിൻ ഇല്ലാതെ നമുക്ക് എന്താ പറയുക, നമ്മളൊരു ആൻറ്റി ഏജിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നിർബന്ധമാണ് നമ്മളുടെ സ്കിൻ കെയറിലാണെങ്കിലും ശരി, നമ്മളുടെ എന്താ പറയുക, ഓരോ നമ്മുടെ സ്കിൻ റൊട്ടീനിലും നമ്മൾ കൊളോജിൻ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പ്ലസ് നാച്ചുറലായിട്ടുള്ള കൊളോജിൻ സിറം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. 200% ആണ് ഞാൻ ഈ സിറത്തിന് ഗ്യാരൻറ്റി പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇത്രയും ഉറപ്പ് പറയുന്നെങ്കിൽ നിങ്ങൾക്കറിയാം, എന്തായാലും അത് വെറുതെ ഞാൻ പറയില്ല എന്നുള്ളത് അറിയാമല്ലോ, അത്രമാത്രം റിസൾട്ടാണ്. അപ്പോൾ കൊളോജിൻ്റെ ആവശ്യം എത്രത്തോളം എനിക്കിത് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എല്ലായ്പ്പോഴും വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, മാം എത്ര പ്രാവശ്യമാണ് ഇത് പറയുന്നത് എന്നുള്ളത്. എന്നാലും ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടോ നമ്മൾ എന്താ പറയുക, എല്ലാ ദിവസവും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നത്, അപ്പോൾ അത് വീഡിയോസ് കാണുന്നത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടെ ഞാനൊന്ന് എടുത്ത് പറയുകയാണ്, കൊളോജിൻ നിർബന്ധമാണ്. അതായത് നമ്മൾ ശരീരത്തിൽ 30 വയസ്സിന് ശേഷം കൊളോജിൻ്റെ അളവ് കുറഞ്ഞു പോകും. കൊളോജിനാണ് നമ്മളുടെ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താ പറയുക, നമ്മളെടുക്കുന്ന ഫുഡിലൂടെയാണ് നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്കത് കുറഞ്ഞു വരും. അപ്പോൾ എപ്പോഴും നമുക്ക് ഫുഡിലൂടെ മാത്രം കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ 40 നിങ്ങൾ എന്തായാലും ഒരു കൊളോജിൻ സപ്ലിമെൻറ്റ് നിർബന്ധമായിട്ട് നമ്മൾ പാർട്ടാക്കണം. ഇതിന് നമ്മുടെ ഒരു ഡയറ്റിൻ്റെ പാർട്ടായിട്ട് തന്നെ സപ്ലിമെൻറ്റ് പൗഡറൊക്കെ നമുക്കിപ്പോൾ എല്ലാ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്. സോ അതൊക്കെ നമ്മൾ എടുക്കണം. കാരണം കൊളോജിൻ ഉണ്ടെങ്കിലാണ് സ്കിന്നിൻ്റെ ഇലാസ്റ്റികത നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിങ്കിൾസ് വരും. ഇലാസ്റ്റികത കുറയുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ സ്കിൻ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണം അല്ലേ, ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇലാസ്റ്റികത കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറഞ്ഞു വരുമ്പോൾ എന്താവും, റിങ്കിൾസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ ഏജ് ഫീൽ ചെയ്യും, ഡ്രൈനെസ്സും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സ്കിന്നിന് മാത്രമല്ല ഹെയറിനും നിർബന്ധമാണ് കൊളോജിൻ എന്നുള്ളത്. അപ്പോൾ പ്രോട്ടീൻ എപ്പോഴും ഡയറ്റിൽ പ്രോട്ടീൻ കൊണ്ടുവരണം. പ്രോട്ടീൻ എപ്പോഴും കഴിക്കണം. ഒരു 40 ഇയേഴ്സൊക്കെ കഴിയുമ്പോൾ പ്രോട്ടീൻ്റെ അളവ് മാക്സിമം എടുക്കുക. ബാക്കിയുള്ളത് കുറച്ചുകൊണ്ട് പ്രോട്ടീൻ്റെ അളവ് എടുക്കുക. അതുപോലെ തന്നെ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക. ഇതൊക്കെ നമ്മൾ നിർബന്ധമായി നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും സ്കിന്ന് ഒരു 40 കഴിയുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ഈർപ്പം കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് നല്ലപോലെ വെള്ളം കുടിച്ച് നമ്മളുടെ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈർപ്പത്തിലാണ് നമ്മളെപ്പോഴും പറയും ഗ്ലോ കിട്ടണം. ഗ്ലോ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു ഹൈഡ്രേഷൻ ഉണ്ടാവണം. അതിൽ നിന്നാണ് നമുക്ക് ഗ്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ എപ്പോഴും ഇന്നർ മോയ്സ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പർ നമ്മളുടെ സ്കിൻ കെയർ ആണ്. ഡയറ്റ് പ്രോപ്പറാക്കുക, സ്കിൻ കെയർ പ്രോപ്പറാക്കുക. സ്കിൻ കെയർ ഇല്ലാതെ നമ്മൾ ഹോം കെയർ മാത്രം കൊണ്ടുപോയത് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ വെച്ചിട്ടുള്ളത് മാത്രം നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കുറവാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നതും നമ്മളൊരു ഫുഡ് കഴിക്കുന്നു, ഫുഡിൽ നിന്ന് നമ്മൾക്ക് മതിയാവാത്ത അത്രയും വൈറ്റമിൻസ് കുറയുമ്പോഴാണ് നമ്മൾ സപ്ലിമെൻറ്റ് എടുക്കുന്നത് ഇല്ലേ. അപ്പോൾ സപ്ലിമെൻറ്റ് കൂടെ നമ്മൾ അഡീഷണലായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഫുഡ് എന്ന് പറയുന്നത് മെയിനാണ്. അപ്പോൾ അത് ഫുഡ് കഴിച്ചാൽ നിന്ന് നമുക്ക് എനർജിയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഊർജ്ജം കിട്ടുന്നത് എവിടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ നമുക്ക് സ്കിൻ കെയർ റൊട്ടീൻ എന്നുള്ളത് മസ്റ്റാണ്. അതിൻ്റെ കൂടെയാണ് നമുക്ക് ഇതുപോലത്തെ ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. മനസ്സിലായോ? കാരണം എല്ലാവരുടെ സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 40 വയസ്സുകളിൽ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ലെങ്കിലും 40 വയസ്സിന് ശേഷമാണ് നമ്മൾ ഒരു 4-5 വർഷം മുമ്പ് അല്ലെങ്കിൽ അതുവരെ നമ്മൾ സ്കിൻ കെയറേ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് വരുന്നത് ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ. അതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് സ്കിൻ ഡ്രൈ ആയി വരുന്നത് കാണാം. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഒരുപാട് അൺഈവണായി മാറും, പിഗ്മെൻറ്റേഷൻ വരും. അങ്ങനെ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കില്ല നമുക്ക് ഈ ഒരു ടൈം കഴിയുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത്. ആ രീതിയിലേക്ക് നമ്മുടെ സ്കിൻ. അപ്പോൾ നമുക്ക് ഒരിക്കലും നിങ്ങളത് ഏജ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും ഏജ് കൊണ്ടല്ല, നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പതിയെ നമ്മളുടെ ഉള്ളിൽ സെൽസ് ഡാമേജായി ശരിക്കും നമുക്കത് അറിയാൻ തുടങ്ങുന്നത് ഒരു 40 കഴിയുമ്പോഴാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് എന്താ പറയുക, ആ ഒരു സമയം എത്തിയത് കൊണ്ട് പ്രശ്നമായതല്ല. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു മുമ്പത്തെ കാലത്ത് ഞാൻ പല ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പൊന്നും ഈ സ്കിൻ കെയർ എന്താണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലവരും ആ സമയത്ത് സോപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്. കൂടുതലും സോപ്പ് തന്നെയാണ്, സോപ്പ് ഉപയോഗിക്കുക, പൗഡർ ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയർ ആൻഡ് ലവ്ലി പോലത്തെ ക്രീമുകൾ ഉപയോഗിക്കുക, ഇതിലാണ് ജീവിച്ചു പോയത്. പക്ഷെ അത് ചെയ്ത ആൾക്കാരുടെ സ്കിന്ന് ഇപ്പം എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും ആരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ അവരൊക്കെ ഒരു 45-50 വയസ്സ് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പിഗ്മെൻറ്റേഷൻ ആയിരിക്കും. കൂടുതലും പിഗ്മെൻറ്റേഷൻ, ഡ്രൈനെസ്സും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം ഇതെല്ലാം തന്നെ ഹൈ കെമിക്കലാണ്. ഒരു രീതിയിലും സ്കിൻ പ്രപ്പിങ്ങോ സ്കിന്നിന് ആവശ്യമുള്ളതേ അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതേത് ഫുഡ് കഴിക്കുമ്പോൾ ചെറിയ കുഞ്ഞുനാളം മുതൽ ജങ്ക് ഫുഡ് എടുത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, അതുപോലെ എന്താ പറയുക, ഒരു പ്രസവിച്ച കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത് കംപ്ലീറ്റ് ജങ്ക് ഫുഡാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ്, അതുപോലെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിലും. നമ്മൾ ആവശ്യമുള്ളത് കറക്റ്റായിട്ട് ഓരോ സമയത്ത് കൊടുക്കേണ്ട ഫുഡ് കൊടുക്കേണ്ട പോലെയാണ് സ്കിന്നിനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം, കെയർ ചെയ്യണം എന്നുള്ളത്. കറക്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, CTM ചെയ്യുക, ക്ലെൻസ് ചെയ്യണം, ടോണർ യൂസ് ചെയ്യണം, മോയ്സ്ചറൈസർ. അപ്പോൾ ഇത് പണ്ട് ഇത്രയും ഒരു അവയർനെസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ആരും കൂടുതൽ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും അന്നത്തെ കാലത്ത് പല ആൾക്കാരും അറിയുന്ന രീതിയിൽ, അതായത് വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കാനായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് സാധാരണ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നം ക്ലിയർ ചെയ്യണം, നമുക്കും പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം. 3 months ആണ് നമുക്ക് ഗൈഡൻസ് വരുന്നത്. അതിനുശേഷം എൻ്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെ കറക്റ്റായിട്ട് ചെയ്തോളും. നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ശരി, 3 മാസം കൊണ്ട് അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഹെൽത്തി സ്കിൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളുടെ സ്കിൻ്റെ പ്രശ്നങ്ങൾ ആദ്യം ഉള്ളിൽ നിന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക, സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, അതിനുള്ള കാര്യങ്ങളാണ് CTM എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ടുള്ള ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, സിറം ഇതെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് നമുക്ക് ലൈഫ് ടൈമിലേക്ക് ഒരു റിസൾട്ടാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലാതെ 2-3 മാസത്തേക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് എന്നുള്ളതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും അതിപ്പോൾ 60 വയസ്സിലും ഇതിലേക്ക് വരാം, നിങ്ങൾക്ക് ഏത് വയസ്സാണെങ്കിലും ശരി, 65-70 ആയിക്കോട്ടെ, 40 വയസ്സ് മുതൽ നിങ്ങൾ നിർബന്ധമായിട്ട് അറിയാത്തവരാണെങ്കിൽ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഏജ് 30 ആണെന്നുണ്ടെങ്കിലും എന്താണ് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം, ഞാൻ എങ്ങനെയാണ് ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരും. ഞാൻ കൂടെ ഉണ്ടാവും. 3 മാസത്തെ നമ്മളുടെ ഗൈഡൻസിന് വരുന്നത് 5000 റുപ്പീസാണ്. അത് ചെയ്യുക, എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കും പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്കൊരു 3 months കൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത് ഒരു ക്ലിയർ സ്കിൻ വേണം, അതും ലൈഫ് ടൈമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. സോ അതിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മളുടെ സിറത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറേ മാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണോ എന്നുള്ളത് പറയേണ്ട, സൂപ്പർബായിട്ടുള്ള സിറമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റ് എടുക്കുക, ഒരു 3 to 4 ക്യാരറ്റ് എടുക്കുക. ക്യാരറ്റ് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്കിൻ ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് ഉള്ളിൽ നന്നായിട്ട് എന്താ പറയുക, നമുക്ക് സ്കിൻ മാത്രമായിട്ട് ഒന്ന് പീൽ ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യണേ. അതേ ചെറിയ ഇതിലിട്ടിട്ട് വേണം ഗ്രേറ്റ് ചെയ്യാൻ. കാരണം നമുക്കിത് പിഴിഞ്ഞ് ജ്യൂസ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് 4 ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് ജ്യൂസ് കിട്ടുന്നതിൻ്റെ രീതിയിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു വൃത്തിയുള്ള ഒരു വൈറ്റ് ക്ലോത്ത് എടുക്കുക, അതിലേക്ക് ഈ ക്യാരറ്റ് ഇടുക. അതിനുശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഒരു 1/4 കപ്പ് ജ്യൂസ് നമുക്ക് മാക്സിമം ഇതിൽ കിട്ടും കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 4 സ്പൂൺ ആൽമണ്ട് ഓയിൽ എടുക്കാം. നന്നായിട്ട് മിക്സിങ് നല്ലതുപോലെ നടക്കണം കേട്ടോ. ആൽമണ്ട് ഓയിൽ 4 സ്പൂൺ എടുക്കുക. ആൽമണ്ട് ഓയിൽ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഇ എല്ലാം തന്നെ വരുന്നത് ഭയങ്കര റിസൾട്ടാണ്. സോ അത് എടുക്കുക. കൊളോജിനാണ് നമുക്ക് ക്യാരറ്റ് എന്ന് പറയുന്നത്, കൊളോജിനാണ്. അത്രയും നമുക്ക് റിസൾട്ടാണ്. ആൻറ്റി ഏജിങ്ങിലേക്ക് നമുക്ക് ഈ സിറം ഭയങ്കര റിസൾട്ടായിരിക്കും. അതിലേക്ക് നമ്മൾ 4 സ്പൂൺ നമ്മളുടെ ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ നന്നായിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 4 സ്പൂൺ നമ്മൾ എടുക്കണം കേട്ടോ. ഒലിവ് ഓയിലും 4 സ്പൂൺ നമ്മൾ ക്യാരറ്റല്ല, നമ്മളുടെ എന്തായിരുന്നു, ആൽമണ്ട് ഓയിലും കൂടി എടുക്കുക. ദെൻ ക്യാരറ്റ്
നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് ഒരു 1/4 കപ്പെങ്കിലും ഉണ്ടാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കി വെക്കുക കേട്ടോ. ഇത് നമുക്കൊരു ഏകദേശം ഒരു 10 days വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻറ്റി ഏജിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സിറമാണ്. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. 100% നാച്ചുറലാണ്. ഒരു രീതിയിലുള്ള റിസ്ക് ഫാക്ടർ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല, പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ എത്ര പ്രായമുള്ളവർക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് ചെയ്യാമെന്നുള്ളത്. ഇതിലൊന്നും ഒരു ഇറിറ്റേഷനും വരില്ല, എന്നാലും നിങ്ങളത് ചെയ്തോളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നൈറ്റ് നിങ്ങൾ സിറമായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടക്കാവുന്നതാണ്. അതല്ല, നമുക്ക് നൈറ്റ് കെയർ റൊട്ടീൻ പ്രോപ്പർ ചെയ്യുന്നവരാണെങ്കിൽ ഈവനിങ് ടൈമിൽ നമ്മളിത് സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ സൂപ്പർബായിരിക്കും കേട്ടോ. ഇത് എന്തായാലും ഒരു ആൻറ്റി ഏജിങ് അതിൽ നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 45 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞവർ മാത്രം ഉപയോഗിക്കണം എന്നൊന്നും അല്ല പറയുന്നത്. അതിന് മുമ്പും നമുക്കിത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കും. എന്താ പറയുക, നമുക്ക് എപ്പോഴും ഒരു യങ് ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ടെക്സ്ചർ മാറിപ്പോകത്തില്ല. അതായത് നമ്മളുടെ ഇലാസ്റ്റികത കറക്റ്റ് നമുക്ക് ബാലൻസ് ചെയ്യാനൊക്കെ പറ്റും. അതും വളരെ നാച്ചുറലാണ് കേട്ടോ. വളരെ ഈസിയല്ലേ ഇത് ചെയ്യാനായിട്ട്. ക്യാരറ്റും ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ നമുക്ക് ഒലിവ് ഓയിലും ഉണ്ടെങ്കിൽ സൂപ്പർബായിട്ടുള്ള സിറം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം തന്നെ അറിയിക്കണം. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഞാൻ ചിലതെല്ലാം കാണും, ചിലതിന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. അതുകൊണ്ട് കാരണം റിപ്ലൈ ചെയ്യണമെങ്കിൽ കുറേ എനിക്ക് വിശദീകരിക്കണം. അതുകൊണ്ടാണ് ചില കമൻസിന് നമ്മൾ റിപ്ലൈ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ വേണം, ഒരു ഗൈഡൻസ് വേണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, അതിലോട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.